ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ടു 4K മല്ലു ഫാമിലി. അപ്പോൾ ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് മൂൺ ഗോഡസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റാഗ്രാം ബോട്ടിക്കുണ്ട്. അവരുടെ ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആണ് കേട്ടോ. ഓപ്പണിംഗ് വീഡിയോ ആണ് ആക്ച്വലി. നമ്മളിവിടെ ഇപ്പോൾ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന പ്രോഡക്റ്റാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പേയ്മെൻറ്റ് അടിച്ചത് കറക്റ്റായിട്ട് നവംബർ 12-നാണ് കേട്ടോ. ഇത്ര പേയ്മെൻറ്റ് എന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. ഞാൻ ടോപ്പും മാത്രമാണ്, ഞാൻ ദുപ്പട്ട ഓർഡർ ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ. ഞാൻ അവരുടെ പ്രോഡക്റ്റ് എനിക്ക് വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഡിസംബർ 16 ഷിപ്പ് ചെയ്തിട്ട് 2 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്കിവിടെ പോസ്റ്റ് ഓഫീസിൽ വന്നായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ പോസ്റ്റ് ഓഫീസ് ഡിലേ ആയതുകൊണ്ട് മാത്രം നമ്മൾ പോസ്റ്റ് ഓഫീസിൽ ഡയറക്റ്റ്ലി പോയി മേടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് ഇത്രയും ദിവസം എടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇതൊരു 20 ദിവസത്തെ വർക്കിംഗ് ഡേയ്സ് എന്നാണ് ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിരുന്നത്. അപ്പം നമുക്ക് വർക്കിംഗ് ഡേയ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മൺഡേ ടു ഫ്രൈഡേ ആണ് കേട്ടോ. ഇതൊരു ജോർജറ്റ് ടോപ്പാണ്. ഇത് ഫീഡിങ് ടോപ്പായിരുന്നു. നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. പിന്നെ ലൈനാണ്. അപ്പോൾ അത്യാവശ്യം ഫ്ലെയറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു 3/4 സ്ലീവാണ്. ആ ജോർജറ്റിൻ്റെ കൂടെ നമുക്ക് ആ പാച്ച് വർക്ക് ചെയ്തിരിക്കുന്നത് ഒരു പ്യുവർലി കോട്ടൺ ബേസ്ഡ് ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഓർഡർ ചെയ്തത് ഞാൻ ലാർജ് സൈസാണ്. ആക്ച്വലി എൻ്റെ നോർമലി എനിക്കൊരു മീഡിയം സൈസ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ ആഫ്റ്റർ ഡെലിവറി ഒക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചുകൂടെയൊക്കെ നന്നായിട്ട് വയറൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടി എനിക്കൊന്ന് ഫ്രീ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലാർജ് സൈസ് ആക്കിയത്. പക്ഷെ അതെനിക്ക് അത്യാവശ്യം നല്ല ലൂസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ലെങ്ത്തൊക്കെ എനിക്ക് കൂടുതലാണ്. അത് ഞാൻ ഇതിനു മുമ്പും ഇവരുടെ ഒരു പ്രോഡക്റ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണണം. പിന്നെ ഒരുപാട് കംപ്ലയിൻറ്റ്സ് വരുന്ന ബോട്ടിക്കാണ്. പക്ഷേ എനിക്ക് എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് വലിയ കംപ്ലയിൻറ്റ്സ് ഒന്നും തോന്നിയിട്ടില്ല. പ്രോഡക്റ്റ് നല്ലതായിരുന്നു, നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ. പിന്നെ നമുക്ക് ഇവരുടെ ഈ ഒരു ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് ഇതൊരു വർത്തായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. പ്രത്യേകിച്ച് ഫീഡിങ് വെയറിനൊക്കെ അത്യാവശ്യം നല്ല എമൗണ്ട് ആവുന്നുണ്ട്. പിന്നെ നോർമലി ഇങ്ങനെയൊക്കെ ഒരു ഫീഡിങ് വെയർ നമുക്ക് കിട്ടാനും വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ. പിന്നെ ഇനി എനിക്ക് ഇറക്കം കൂടുതലായതുകൊണ്ട് തന്നെ ഞാനിനി ഇറക്കം കുറയ്ക്കാമെന്നും കുറച്ച് ചെറുതായിട്ട് വേണമെങ്കിൽ ഒന്ന് ഷേപ്പ് ചെയ്യാമെന്നും വിചാരിച്ചിട്ടുണ്ട്. മറ്റുള്ളവരുടെയൊക്കെ അനുഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്കിത് ഭയങ്കര ലൈക്കായിട്ട് തോന്നുന്നത്. മെജോറിറ്റി അവരുടെ പ്രോഡക്റ്റ്സൊക്കെ നമുക്ക് ഏകദേശം 70-75 ഡേയ്സാണ്, വർക്കിംഗ് ഡേയ്സാണ് അവർ പറയുന്നത്. ഞാൻ ആദ്യം ഞാൻ മേടിച്ചിരുന്ന ഒരു ടോപ്പ് ആൻഡ് ദുപ്പട്ടയാണ്. എനിക്ക് ഒരുപാട് സമയം എടുത്തായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ഡെലിവറി ചെയ്തായിരുന്നു പ്രോഡക്റ്റ് എനിക്ക് വേർത്തായിട്ട് തോന്നി. കാരണം നമ്മൾ ചെറിയൊരു എമൗണ്ടിൽ നമുക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളത് കുറച്ച് നേരത്തെ ബുക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ ബുക്ക് ചെയ്ത് മേടിച്ചത് കേട്ടോ. ഇത് പിന്നെ എനിക്ക് 20 വർക്കിംഗ് ഡേയ്സ് എന്ന് കണ്ടപ്പം പക്ഷേ കുറച്ചും കൂടി കൂടുതൽ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷേ എന്നാലും ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. പിന്നെ എനിക്ക് ഫീഡിങ് വെയർ ആയതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ അത് ഭയങ്കര യൂസ്ഫുള്ളായിട്ടാണ് തോന്നിയത്. നമുക്ക് ഫീഡിങ് വെയേഴ്സൊക്കെ എല്ലാം ഈ നോർമലി ഒരു മെറ്റേണിറ്റി വെയേഴ്സിൻ്റെയൊക്കെ ഒരു ലുക്കിലാണ് കിട്ടുന്നത്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര കംഫർട്ടായിട്ടും തോന്നി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ മോഡൽ. ലൈൻ മോഡൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഈ വയറൊക്കെ കൂടുതലുണ്ടാകുമ്പോൾ നമുക്കത് വെരി യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ വീഡിയോ യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം മൂൺ ഗോഡസിനെ കുറിച്ച് വളരെ നെഗറ്റീവായിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെയാണ് ഞാൻ കൂടുതൽ കണ്ടിരിക്കുന്നത്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ എനിക്ക് ഗുഡായിട്ടാണ് തോന്നിയത്.